അപ്പൊ പുൽക്കൂടുണ്ടായാലും ഉണ്ണീഷോ നമ്മുടെ വീട്ടിൽ വരുള്ളൂ? അതേന്നെ സത്യം. ഉണ്ണീഷോ എല്ലാവരുടെയും വീട്ടിൽ വന്ന് നോക്കും. പുൽക്കൂടില്ലെന്നറിഞ്ഞ പാവം ഉണ്ണീഷോ വിഷമിച്ച് തിരിച്ചു പോകും. ചുമ്മാ പറഞ്ഞ. റോബൻ കള്ളം പറഞ്ഞതല്ല, ഇതെന്റെ ഡാഡി പറഞ്ഞു തന്നതാ. സംശയം ഉണ്ടെങ്കിൽ എന്റെ ഡാഡിയോട് ചോദിച്ചു നോക്ക്. പിന്നെ ഉണ്ണീഷോ വരുമ്പോൾ എന്ത് ചോദിച്ചാലും തരും. ഐസ്ക്രീം ചോദിച്ചാലോ തരുവോ? ഐസ്ക്രീം ഷോപ്പേ തരും. അങ്ങനെയാണെങ്കിൽ ഉണ്ണീഷോനെ കാണാൻ പറ്റുമോ? ദാ നോക്ക്. ദാ ഇത് കണ്ടോ? പണ്ട് ആട്ടിടയന്മാർക്ക് വഴി കാണിച്ച വാൽനക്ഷത്രം. നമ്മളും ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കും വാൽനക്ഷത്രം കാണാൻ പറ്റും. വാൽനക്ഷത്രോ? ആ, എന്റെ ഡാഡി പറഞ്ഞു ഈ വാൽനക്ഷത്രം ഉണ്ണീഷോയാന്ന്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ ഡാഡിയോട് ചോദിച്ചു നോക്ക്. വാൽനക്ഷത്രം കാണാൻ പറ്റുമല്ലോ അല്ലേ? ഷുവർ. നീ എന്താ ഉണ്ണീഷോയോട് ചോദിക്കാൻ പോകുന്നേ? ഞാനോ? ഞാനിപ്പോ എന്താ ചോദിക്കാ? ചായ ചായ. അയ്യോ, എന്താ ചായ? എന്താ പറ്റി? എടി എനിക്കിന്ന് ഓഫീസിൽ കൊണ്ടാണ് ആർട്ടിക്കിൾ നീ എഴുതിയോ? ഓ അതാണോ? അത് ഞാൻ ഇന്നലെ തന്നെ എഴുതി കഴിഞ്ഞു. ഈ ചായ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ? ഇന്നത് കൊടുത്തില്ലെങ്കിൽ ഈ ജോലിയും പോക്കാ. നാളെ എഴുതാനുള്ളത് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി, ഞാൻ എഴുതി തന്നോളാം. ഇനി ഓഫീസിൽ വർക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫിയുടെ ടച്ച് കളയണ്ട. കളിയാക്കിയതല്ലേ? അല്ല, ഫോട്ടോഗ്രാഫി എന്നാൽ അത്രയ്ക്ക് ഇഷ്ടമല്ലേ? ആ നമ്മുടെ ചില ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭാര. എവിടെയെങ്കിലും ഒരു ജോബ് സ്ഥിരമാക്കണം. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അപ്പച്ചൻ പറയുമായിരുന്നു, ഈ കളിപ്പാട്ടൊക്കെ ചുമന്നുകൊണ്ട് നടന്നാൽ ഇതൊന്നും നിനക്ക് അന്നം തരാൻ പോണില്ല എന്ന്. ഡിഗ്രിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ അപ്പച്ചൻ ആദ്യം തല്ലിപ്പൊട്ടിച്ചത് ഞാൻ ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ ക്യാമറയാണ്. പിന്നെ ഞാനിത് കാണുന്നത് ഒരു പിറന്നാളിന് നിന്റെ സമ്മാനമായിട്ടാണ്. ഇച്ചായൻ എന്നോട് എത്രാമത്തെ തവണ പറയുന്നു? രണ്ട് മൂന്ന് ബാങ്കിൽ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇച്ചായൻ ഒരു കോൺഫിഡൻസ് ഇല്ല. എന്താ ഇത്? പപ്പ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ അന്നമ്മക്കൊരു ഹീറോ പെൻ വാങ്ങി തരാന്ന്. ഓ അങ്ങനെ. ഇതിൽ വേറെന്തോ കള്ളക്കളി ഉണ്ടല്ലോ, അല്ലാതെ ഇത്. പപ്പ എപ്പോഴാ ഈ ഹീറോ പെൻ വാങ്ങി തരുന്നേ? ഓക്കെ പെന്നല്ലേ? ഹീറോ പെൻ. ആ അതെ ഹീറോ പെൻ. പപ്പ ഇന്ന് ഓഫീസിൽ പോയി വരുമ്പോൾ പപ്പയുടെ കയ്യിൽ അന്നമ്മക്കുള്ള പെൻ ഉണ്ടാവും. ഹീറോ പെൻ. സോറി ഹീറോ പെൻ ഉണ്ടാവും. പോരെ? അത് മതി. പ്ലാനിങ് ഒക്കെ ഓക്കെ. ഓഫീസിൽ നിന്ന് വരുമ്പോ പപ്പ ഈ കാര്യം ഓർപ്പിക്കണേന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചോ. അറിയാലോ, ഭയങ്കര ഓർമ്മശക്തിയുള്ള ആളാ. എന്നാ മോള് പ്രാർത്ഥിച്ചോട്ടോ, പപ്പയ്ക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. ഹീറോ പെൻ എവിടെ നിന്ന് കിട്ടുന്നോ?
ഉണ്ണീഷു നമ്മുടെ വീട്ടിൽ വരുള്ളൂ? ആരാ അന്നമോളോട് ഇതൊക്കെ പറഞ്ഞേ? ഷീല മാഡം. ഷീല മേഡം? ആ, അത് ഷീല മേഡം വെറുതെ പറഞ്ഞതാവും. പിന്നെ റോബനും പറഞ്ഞു. ഓ കർത്താവേ, ആ ചെറുക്കനത് എന്തിന്റെ കേടാ. ഇപ്പൊ ഒരു പുൽക്കൂട് ഇറങ്ങിയിട്ടുണ്ട് അത്രേ. കടക്കാരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ഉണ്ണീഷയെ മാത്രം വെച്ചാ മതി. ഇതാരാ പറഞ്ഞേ? ഇതും റോബൻ പറഞ്ഞതാ. മോളെ, നിങ്ങൾ ഈ ക്ലാസ്സിൽ സബ്ജക്റ്റിനെ പറ്റിയൊന്നും സംസാരിക്കാറില്ലേ? അതല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ അന്നമോക്ക് എന്താ വേണ്ടത്? അതൊക്കെ ഇപ്പൊ അന്നമോക്ക് വാങ്ങിച്ചു തരാവോ? ഇപ്പോഴോ? ആ, അതിന് ഒരുപാട് കാശാവില്ലേ? അമ്മയാണീ കാശ് എടുത്തിട്ടുമില്ല. നാളെ രാവിലെ പപ്പയും കൂട്ടി നമുക്ക് വന്ന് വാങ്ങിക്കാം, പോരെ? ഉണ്ണീഷോട് ഇന്നൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇന്ന് ചോദിക്കാനുള്ളത് മോളുടെ പ്രാർത്ഥനയെ ചോദിക്ക്, കിട്ടും. പപ്പയായിരിക്കും, ഞാൻ എടുക്കാം. സൂക്ഷിച്ച്. അമ്മേ, റോബനാ വിളിക്കുന്നേ. അന്ന, അവിടെ എന്തായി? പുൽക്കൂടൊക്കെ വച്ചാ? ഇല്ല. അതെന്താ? ഇവിടെ ഡാഡി വെക്കുന്നുണ്ട്. ആണോ? ഇവിടെ അമ്മ നാളെ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? യൂനോ, എന്റെ മമ്മി പറയുന്നത് ഉണ്ണീഷോ ഇന്ന് രാത്രി തന്നെ വരാൻ സാധ്യതയുണ്ടെന്നാ. സത്യാണോ നീ പറയണേ? അതേന്നേ. കുത്തല്ലേട്ടോ, ഞാനൊന്ന് എടുത്തോട്ടെ. സാർ,
ആ പ്രകാശ് വാ ഇരിക്കി. താങ്ക് യു സാർ. യെസ് മിസ്റ്റർ പ്രകാശ്, ഒരു ചായ പറയട്ടെ? സാർ ഹാ പറയടോ. വേണ്ട സാർ. സി മിസ്റ്റർ പ്രകാശ്, തന്നെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം അറിയിക്കാനാണ്. സി, ഞങ്ങളുടെ കമ്പനിയിൽ കഴിഞ്ഞ മാസം വരെ താൻ ജോലി ചെയ്തിരുന്നത് മുമ്പ് ഓഫീസിലുണ്ടായിരുന്ന ഒരു ശ്യാമയ്ക്ക് പകരമായിരുന്നു. അറിയാം സാർ. നെക്സ്റ്റ് വീക്ക് ശ്യാമ വീണ്ടും ജോയിൻ ചെയ്യും. പുതിയൊരു സ്റ്റാഫിനെ കമ്പനിക്ക് ഇപ്പോൾ ആവശ്യമില്ല. സാർ അത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. സോറി പ്രകാശ്, കമ്പനിക്ക് ഇപ്പോഴൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ സാർ. പ്രകാശ്, ഹാപ്പി ക്രിസ്മസ്. സോറി. ഇറ്റ്സ് ഓക്കെ. അമ്മ വേഗം വാ, ഒരു സംഭവം കാണിച്ചു തരാം. എന്ത് സംഭവം? അതൊക്കെ പറയാം, വേഗം വാ. അമ്മയ്ക്കൊരല്പം പണിയുണ്ട് മോളെ, അത് കഴിഞ്ഞ് വരാം. പറ്റില്ല പറ്റില്ല, ഇപ്പൊ തന്നെ വരണം. അന്ന, നിന്നോടല്ലേ പറഞ്ഞു ഇത് കഴിഞ്ഞ് വരാന്ന്? അമ്മ പ്ലീസ് അമ്മ, അമ്മ വന്ന് കണ്ടാൽ ഉറപ്പായിട്ടും ഞെട്ടും. ഉവ്വ, ഞെട്ടും. ഒന്ന് പോയേ. അമ്മ പ്ലീസ് അമ്മ. ഇത് വലിയ കഷ്ടായല്ലോ. നിന്നോടല്ലേ പറഞ്ഞേ പിന്നെ വരാന്ന്? പറഞ്ഞാലും മനസ്സിലാവില്ല, എപ്പോഴും കളിയാ. പപ്പ വരാൻ ഇനിയും ലേറ്റാവും. വാ. ഉമ്മ. നാഥ നിന്നെ കാണുവാനായി എരിയും തിരിപോൽ തെളിയാം ഞാൻ. ദേവാ നിൻ സന്നിധി അണയാൻ വേഴാമ്പൽ പോൽ കേഴും ഞാൻ. നിൻ പാതയറിഞ്ഞിടാൻ, നിൻ പാദം പിന്തുടരാൻ, എന്നെന്നും കൂടെ വസിക്കാൻ ഈശോ. ആനന്ദം ഉള്ളിൽ തിരതല്ലും, എൻ നാഥൻ തൻ വരവേൽപ്പതിനായി. ആനന്ദം ഉള്ളിൽ തിരതല്ലും,
പാല് കുടിക്കേ. ആഹാ, കുടിക്കാൻ വരട്ടെ. അതവിടെ വെക്ക. അമ്മയുടെ കയ്യിൽ എന്താന്ന് പറയാവോ? അന്നമ്മക്കുള്ള മെഡിസിൻ. ഇതാ മെഡിസിൻ. എങ്കി പിന്നെ എന്താ? ടൻ ടടൻ. ഹായ് ഹീറോ പെൻ. അമ്മ ഇതെപ്പോഴാ വാങ്ങിച്ചേ? അതൊക്കെ മേടിച്ചു. എങ്ങനെയുണ്ട്? സൂപ്പർ. അയ്യോ, എന്താ? ഇതിപ്പോ പപ്പ മേടിച്ചോണ്ട് വരില്ലേ? അന്നമ്മക്ക് എന്തിനാ 2 ഹീറോ പെൻ? ഒന്ന് റോബന് കൊടുക്കാം. അവനല്ലേ പുൽക്കൂട് ഗുഡ് നൈറ്റ്സ് പറഞ്ഞു തന്നത്. അമ്മേനെ കെട്ടിപ്പിടിച്ച് കിടക്കാവോ? ഈ ചായ എവിടെയാ? ആ ശരി ശരി ശരി. എന്താ ബിസി ആയിരുന്നല്ലോ? എന്തു പറ്റി? എന്താ ചായ പറ്റിയത്? കാര്യം പറയച്ചായ, എന്താ പറ്റിയത്? ആ ജോലിയും പോയടി. എന്താ ഈ പറയണേ? അതും പോയോ? ഈ ചായ വല്ലതും കഴിച്ചായിരുന്നോ? എനിക്കൊന്നും വേണ്ട. വൈകിട്ട് എന്നെ മോള് പുൽക്കൂട് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. എന്താ ജെസ്സി നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തത്? ഇവിടെ ഓരോ ദിവസം എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എനിക്ക് മാത്രമേ അറിയൂ. അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അന്നമ്മക്കൊരു പുൽക്കൂട് വേണമെന്ന് പറഞ്ഞു. അതിന് ചോദിക്കുന്ന മുഴുവൻ വാങ്ങിച്ചു കൊടുക്കുക. ഇത്ര നാളും അങ്ങനെ എല്ലാരും ചോദിച്ചായ. മോളെ അന്നമോളെ, അന്നമോളെ അന്നമോളെ ഇച്ചായ നമ്മുടെ മോള്. മോളെ എന്ത് പറ്റി മോളെ? അന്നമോളെ അന്നമോളെ മോളെ She awaits with eager eyes for the day it'll all come to an end as the day breaks. She lifts her head in prayer and hopes that you'll come back നമുക്ക് ഇത്തിരി നേരം പുറത്തിരിക്കാം. one fine day.
പേടിക്കാനൊന്നുമില്ല പ്രകാശ്. പെട്ടെന്നുണ്ടായൊരു ഷോക്ക്. ദാറ്റ്സ് ഓൾ. ഷീസ് ഓക്കെ. അമ്മേ, അന്നമോള് ഉണ്ണീശോട് പ്രാർത്ഥിച്ചത് ഹീറോപ്പൻ കിട്ടാനല്ലായിരുന്നു. പപ്പയുടെ ജോബ് റെഡി ആവാൻ വേണ്ടിയായിരുന്നു. മോളുടെ ഫ്രണ്ടാ? മ്യൂച്വൽ ഫ്രണ്ടാ. പ്രകാശ്, ഫോട്ടോസ് കൊള്ളാല്ലേ? നീ ഒരു കാര്യം ചെയ്, നീ നിന്റെ മ്യൂച്വൽ ഫ്രണ്ടിനെ വിളിക്കേ. നമ്മുടെ മാഗസിനിൽ ഒരു ഫോട്ടോഗ്രാഫറുടെ ഒഴിവുണ്ട്. ഹലോ, അതെ. അന്നമ്മക്കൊരു കാര്യം അറിയാവോ? മോളുടെ പ്രാർത്ഥന ഉണ്ണീശ കേട്ടൂടാ. പപ്പയ്ക്കൊരു ജോബ് കിട്ടി. അതും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ് തന്നെ കിട്ടിയിടാ. സത്യാണോ പപ്പ പറയുന്നത്? സത്യാണടാ. ഹലോ റോബൻ, നീ ഉണ്ണീശോനെ കണ്ടോ? ഞാൻ ഉണ്ണീശോനെ കണ്ടടാ.